ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കഴിഞ്ഞൊരു 10 വർഷമായിട്ട് മലയാളത്തിൽ ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ ചെയ്ത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായി നമ്മുടെ സ്വന്തം ഗ്രേസ് ആന്റണി. എപ്പോഴും ഒരാളെ നമ്മുടെ അടുത്ത് വന്നിട്ട് സാരമില്ല പോട്ടെ എന്ന് പറയാൻ എല്ലാരും നമ്മൾ എപ്പോഴും നമുക്ക് ഉണ്ടായി എന്ന് വരില്ല. കുറച്ച് താന്തോന്നി ഇമേജ് ഉള്ളത് എനിക്കാണ്. എന്തായിരുന്നു ആൻസൈറ്റിയുടെ റീസൺ? ഈ ഫ്രെയിമിൽ നമ്മൾ ചേരില്ല. നമുക്കൊരു വിജയം ഉണ്ടായി കഴിയുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം നമ്മളെ കുറച്ചൊന്ന് അതൊരു നെഗറ്റീവ് സൈഡാണെന്ന് പറഞ്ഞാൽ നീ ഡാൻസ് കളിച്ചല്ലേ ഇതായത് എന്നുള്ള രീതിയിൽ താഴ്ത്താനായിട്ട് ഒത്തിരി കോമന്റ്സ് അങ്ങനെ കേൾക്കുമായിരുന്നു. ചിലപ്പോൾ നമുക്കൊരു ചെറിയ പുഷ് മതി. മിസ് എന്നെ ഹാൻഡിൽ ചെയ്ത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് കുറച്ചും കൂടെ എന്നെ ഇൻഡിപെൻഡന്റ് ആക്കാനായിട്ട് ശ്രമിച്ചു. അതായത് എനിക്ക് കിട്ടേണ്ട സാധനം ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പം എല്ലാം നല്ലതിന്. നമ്മൾ പേഴ്സണാലിറ്റി ബിൽഡിങ്ങിലെ ഒരു ടീച്ചേഴ്സിനുള്ള പങ്ക് ഭയങ്കര വലുതാണ്. ടീച്ചറാണ് എന്നെ ഒരുപാട് ആർട്ടിൽ മാത്രമല്ല വ്യക്തി എന്നുള്ള നിലയിൽ ഇൻസ്പയർ ചെയ്തത്. ക്ലാസ് കട്ട് ചെയ്തിട്ട് സിനിമയ്ക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്ന മാഷുമാരുണ്ടായിരുന്നു. എല്ലാവർക്കും പക്ഷേ മിസ്സിന് ഒരിക്കലും അറിയില്ല. ഞാനിത് പറയുമ്പോഴായിരിക്കും മിസ്സിന് അത് മനസ്സിലാവുന്നത്. സിറ്റുവേഷൻ കൊണ്ട് ചിരിച്ചെന്ന് വരും. ഇവരെന്തിനാ നമ്മളെ ഇങ്ങനെ ഓവറായിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുമുണ്ട്. എങ്ങനെ ആവരുത് എന്ന് പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. വേണ്ടാന്ന് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണോ മറ്റൊരാളുടെ ഇമോഷൻ? ഹൗ ഇമോഷണൽ ആർ യു? വെരി ഇമോഷണൽ. സത്യമാണോ? എനിക്കത് പറയുമ്പോൾ പറയാൻ കിട്ടുന്നില്ല. എന്നെ ഓഡിയൻസിനെ കാണുമ്പോൾ സെയിം ആയിട്ട് ഫീൽ ചെയ്യുന്നു. അന്ന് ഞാൻ പണി നിർത്തുന്നത് നല്ലത്. നമുക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഗ്രേസിന്റെ ഒരു പേഴ്സണാലിറ്റിയും ക്യാരക്ടറായിട്ട് ഏറ്റവും ചേർന്ന് നിന്ന് ഏതെങ്കിലും ഒരു ക്യാരക്ടർ പറയാനുണ്ടോ ഇതില്? ഞാൻ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അതുകൊണ്ട് ഞാൻ അത്രയും നീതി പുലർത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഹോംവർക്ക് ചെയ്തിരിക്കണം. ഞാൻ ഭയങ്കരമായിട്ട് ഫേക്ക് ആവുന്ന പോലെ കണ്ടാ തോന്നില്ല. ഇപ്പൊ പിള്ളേർ ആർക്കും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ഞാൻ ഇതൊക്കെ പറയുമ്പോ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ എബി ഇങ്ങനെ കാണുന്നു. അല്ല ഞാനത് അല്ല സത്യം, ഞാനത് എനിക്ക് അങ്ങനെയാട്ടോ. സത്യമല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞു. മനുഷ്യനെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഹലോ എവ്രിബഡി, വെൽക്കം ടു ലെറ്റ്സ് ബി റിയൽ വിത്ത് അശ്വതി അശോക് വിശാൽ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കഴിഞ്ഞൊരു 10 വർഷമായിട്ട് മലയാളത്തിൽ ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ ചെയ്ത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായി നമ്മളെ വീട്ടിലത്തെ ഒരാളെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം ഗ്രേസ് ആന്റണി. Grace, thank you so much for coming to the show. Thank you so much for inviting me. And എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആരായി പേരിട്ടെ ഗ്രേസ്? ബിക്കോസ് ആ പേരിന് പൂർണ്ണമായിട്ട് യോജിക്കുന്ന ഒരാൾ. യു സോ ക്യൂട്ട്. താങ്ക് യു. സീരിയസ്ലി ആരാ പേരിട്ടെ? പേരാണ് ഗ്രാൻഡ് മദറിന്റെ പേരാണ്. അതാണ് എനിക്ക് ഇട്ടത്. എൻ്റെ പപ്പയുടെ അമ്മയുടെ പേര് സെലീന, അതെൻ്റെ ചേച്ചിക്ക് ഇട്ടു. അങ്ങനെ രണ്ടുപേർക്കും രാവിലെ ഡ്രസ് ചെയ്യുമ്പോഴേ അറിയാതെ എനിക്ക് ആ വൈറ്റ് ഒരു മാലാക കുട്ടിയുടെ കളർ എടുത്തിടാൻ തോന്നി. ഞാനിത് വെറുതെ പറയുന്നതല്ല. Then since I don't know, when I think about you, that's what comes to my mind. Oh, thank you. So tell me about your childhood. ചെറുപ്പകാലം എവിടെയാ പഠിച്ചേ? ഗ്രേസിന്റെ നാട്, വീട് പറഞ്ഞു തരൂ ഞങ്ങൾക്ക്. ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു? ഞാൻ എറണാകുളംകാരി തന്നെയാണ്. പെരുമ്പള്ളിയാണ് എൻ്റെ സ്വദേശം. പഠിച്ചതൊക്കെ അവിടെ തന്നെയായിരുന്നു. 10th ഒക്കെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്കൂളിൽ തന്നെയായിരുന്നു. കോളേജ് ഞാൻ പഠിച്ചത് കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലാണ്. BA ഭരതനാട്യം. ഭരതനാട്യമാണ് പഠിച്ചത്? ശരി. അവിടെ നിന്നാണ് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ഒരു ഓഡീഷന് പോകുന്നതും സിനിമയിലേക്ക് എൻട്രി ആവുന്നതും ഒക്കെ. പക്ഷെ ചെറുപ്പം തൊട്ടേ ഈ ഡാൻസ്, പാട്ട് അതെല്ലാത്തിലും എന്നെ പപ്പയും അമ്മയും കൊണ്ടിടുമായിരുന്നു. കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആർട്ടിനോട്. അപ്പോൾ അവർക്ക് ചെറുപ്പത്തിലേ ചെയ്യാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളും. ഡിഗ്രി ഒക്കെ എടുക്കണമെങ്കിൽ പാരന്റ്സിന് സപ്പോർട്ട് ഭയങ്കരമായിരിക്കും അല്ലേ? ഡെഫിനറ്റ്ലി. അത് ഓരോ കോമ്പറ്റീഷൻ നമ്മൾ പോകുമ്പോഴും ഫിനാൻഷ്യലി ആണെങ്കിലും ഒത്തിരി ഹെൽപ്പ് വേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ അവരവരുടെ എല്ലാ സ്വപ്നങ്ങളും എന്നിലേക്ക് ഇങ്ങനെ കൂടുതലും കണ്ടാണ് എന്നെ വളർത്തിയത്. അതിങ്ങനെ ഈ ഒരു ചേച്ചിയുണ്ട് തോന്നുന്നു. ചേച്ചിയുണ്ട്. ചേച്ചി കുറച്ചും കൂടി അക്കാഡമിക് രീതിയിലാണ് പോയിരുന്നത്. ഞാനാണ് കുറച്ച് ആർട്ടിസ്റ്റിക്സ് സൈഡിലേക്ക് പോയത്. ഞാനാണ്. ചേച്ചിയുടെ കല്യാണത്തിന് ശേഷവും ഈ പറഞ്ഞ പോലെ എനിക്കാണ് കുറച്ചും കൂടെ ഫാമിലിയെ ഒന്ന് ഹോൾഡ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ വന്നത്. അപ്പോഴും ഞാൻ കൂടെ ചേർത്തത് ആർട്ടിനെ തന്നെയാണ്. ഇതിലൂടെ എങ്ങനെ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് നമ്മുടെ ഒരു ഫ്യൂച്ചറിനെ എങ്ങനെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്ത് നമുക്ക് സന്തോഷം, അതിലുപരി നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഒന്നുകൂടെ സ്റ്റേൺ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ളതിലാണ് ഞാൻ പിന്നെ പതിയെ എന്നാൽ ഡാൻസ് പഠിച്ചിട്ട് ഡാൻസ് ടീച്ചർ ആവാം. അങ്ങനെയാണ് ഞാൻ കണ്ടു. ടീച്ചർ ആയിരുന്നു എന്ന് പറഞ്ഞത്. ഡാൻസ് ടീച്ചർ ആയിരുന്നു. കുറച്ച് നാൾ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തായിരുന്നു. അന്നേരമാണ് എനിക്ക് കുമ്പളങ്ങിയുടെ ഓഫർ വരുന്നത്. അങ്ങനെ പതിയെ അന്തിമ ലക്ഷ്യം സിനിമ ആയിരുന്നത് കൊണ്ട് സിനിമ ഒരു ഓഫർ നല്ലത് വന്നപ്പോഴത്തേക്കും അങ്ങനെ സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങാൻ. സ്കൂൾ കാലഘട്ടത്തിലൊക്കെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? അങ്ങനെ
ചേർത്ത് പിടിക്കുന്ന എന്തെങ്കിലും ഓർമ്മകൾ? ഒത്തിരി ഉണ്ട് ഡെഫിനറ്റ്ലി. എൻ്റെ സ്റ്റേജ് ഫിയർ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു തുടക്കത്തിൽ. അപ്പോൾ എന്നെ ഈ പറഞ്ഞ പോലെ ടീച്ചേഴ്സാണ് ഒത്തിരി മുന്നോട്ട് നയിച്ചത്. അപ്പം പക്ഷെ കോളേജിലേക്ക് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭരതനാട്യം ആയതുകൊണ്ട് ഡെയിലി പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ട് നമുക്ക്. അപ്പം ക്ലാസ് മിസ്സാവുക എന്ന് പറയുന്നത് വലിയൊരു കൺസേൺ തന്നെയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ക്ലാസ് കട്ട് ചെയ്തിട്ട് സിനിമയ്ക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്ന മാഷുമാരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആലോചിക്കുമ്പോഴത്തേക്കും ശരിയാണ്, അത് വേറൊരു സൈഡിൽ നോക്കുമ്പോൾ ശരി തന്നെയാണ്. പക്ഷെ അന്ന് നമുക്ക് സിനിമയും വേണമല്ലോ, ഇവരെന്താ നമ്മളെ വിടാത്തതെന്നൊക്കെ ഭയങ്കര ഒരു വിഷമം അന്നും ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം അതിൻ്റെ ഒരു നല്ല സൈഡ് ചിന്തിക്കുമ്പോഴത്തേക്കും അതൊക്കെ നല്ലതിനായിരുന്നു. ചേർത്ത് പിടിച്ച ഒത്തിരി അധ്യാപകരുണ്ട്. എൻ്റെ ഡാൻസ് ടീച്ചർ തന്നെയാണ് എനിക്ക് എടുത്തു പറയേണ്ടത്, നിഷ സുഭാഷ് മിസ്. ചെറുപ്പം തൊട്ടേ എന്താ പറയുക, ഞാൻ മിസ്സിനെ കണ്ടാ വളർന്നേക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം. ഏത് സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടിയാണെങ്കിലും അവരുടെ മാതാപിതാക്കളുടെ ജോലിയോ അവരുടെ രൂപമോ ഭാവമോ അവർക്ക് എന്ത് കുറവുണ്ടെങ്കിലും കൂടുതലുണ്ടെങ്കിലും ആ കുട്ടിയെ കുട്ടിയായിട്ട് കണ്ട് അവരുടെ ഉള്ളിലുള്ള കഴിവിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ചിലപ്പോൾ നമുക്കൊരു ചെറിയ പുഷ് മതി, നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇൻഹിബിഷൻ മാറി നമ്മൾ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ മിസ്സിനെ കണ്ടാണ് ഞാൻ പഠിച്ചത്. ആ മിസ്സിനെ കണ്ടിട്ടാണ് എനിക്കൊരു ടീച്ചർ ആവണം. എന്നെപ്പോലെ ഉള്ള ഒത്തിരി കുട്ടികളുണ്ട്, അവരെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യണം എന്നുള്ള ഒരു തോട്ട് എനിക്ക് വന്നത് എൻ്റെ മിസ്സിനെ കണ്ടിട്ടാണ്. ഒരു നമ്മൾ പേഴ്സണാലിറ്റി ബിൽഡിങ്ങിലെ ഒരു ടീച്ചേഴ്സിനുള്ള പങ്ക് ഭയങ്കര വലുതല്ലേ. അഖില ഒരിക്കൽ സംസാരിച്ചപ്പോൾ ഇതേ കാര്യം പറഞ്ഞു. ആ ടീച്ചറാണ് എന്നെ ഒരുപാട് ആർട്ടിൽ മാത്രമല്ല വ്യക്തി എന്നുള്ള നിലയിൽ ഇൻസ്പയർ ചെയ്തത്. യു ഓൾസോ സെയിങ് ദ സെയിം തിങ്. അതുപോലെ തന്നെ നമുക്ക് ചില അധ്യാപകരോട് ഇവരെന്തിനാ നമ്മളെ ഇങ്ങനെ ഓവറായിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുമുണ്ട്. എങ്ങനെ ആവരുത് എന്ന് പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. ഡെഫിനറ്റ്ലി സമൂഹത്തിൽ അങ്ങനത്തെ രണ്ട് തരത്തിലുള്ള ആൾക്കാരും ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ പോസിറ്റീവ് സൈഡ് മാത്രം എടുത്താൽ മതി. അതുകൊണ്ട് ഇപ്പോൾ കൂടെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ചില സമയത്ത് അന്ന് നമുക്ക് അറിവില്ലായ്മ കൊണ്ടായിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്തെന്ന് വരില്ല. എല്ലാവരെയും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യവും ഇല്ല. പക്ഷേ ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പം എല്ലാം നല്ലതിന്, അല്ലെങ്കിൽ അന്ന് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബാഡ് ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിൻ്റെ നല്ല വശവും മോശവശവും പഠിക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി എല്ലാ നല്ല ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ ഞാൻ മിസ്സിന് മെസ്സേജ് അയക്കും, മിസ് ഇങ്ങനെയൊക്കെ സംഭവിച്ചോട്ടോ. അപ്പോൾ ഒരു തവണ ഞാൻ മിസ്സിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും മിസ് പറഞ്ഞു, നീ വലിയ ഒരു നടൻ്റെ കൂടെ അഭിനയിക്കണം, എനിക്ക് കാണണം എന്ന് പറഞ്ഞു. ആരാ മിസ്സിന്റെ മനസ്സിലുള്ളതെന്ന് ചോദിക്കാറുന്നില്ല, ഞാൻ ഇപ്പം ശരിയാക്കി തരാം. നീ നിവിൻ പോളിയുടെ കൂടെ അഭിനയിക്കണം, എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കനകം കാമിനി കനകം ചെയ്യുന്ന സമയത്ത് ഞാൻ മിസ്സിന് മെസ്സേജ്, മിസ്സേ ഞാൻ നിവിൻ പോളിയുടെ പടം ശരിക്കും സന്തോഷമായി. അത് നീ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കണം, എനിക്കൊന്ന് കാണണം. അത് ഞാൻ റോഷാക്ക് അഭിനയിച്ച സമയത്ത് മിസ്സിന് മെസ്സേജ്, മിസ്സിന്റെ നമ്പർ ഒന്ന് തരുമോ, മിസ് എനിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയണം. അത് ഞാൻ റീസെന്റ് പദയാത്ര ചെയ്ത സമയത്ത് ഞാൻ മിസ്സേ ഞാൻ ഒന്നുകൂടെ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ട് മിസ് ഓ മൈ ഗോഡ്, എനിക്ക് എത്ര സന്തോഷം എന്ന് വെച്ചാൽ പറയാൻ അറിയിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ എനിക്ക് കുറച്ച് ടീച്ചേഴ്സ് ഇതുപോലെ ഉണ്ട് കേട്ടോ, എൻ്റെ ചില HOD ഒക്കെ. അപ്പോൾ അന്ന് പഠിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഉഴപ്പി ക്ലാസ്സിൽ പോകുന്നതൊക്കെ കുറവായിരുന്നു. ക്ലാസ് കട്ട് ചെയ്തിട്ടല്ല എന്തെങ്കിലും വർക്കിന്റെ കാര്യത്തിൽ. പക്ഷെ ഇന്നും കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. മിസ് പറയും നന്നായി പഠിക്കുന്ന പിള്ളേരായിരിക്കില്ല, ചിലപ്പോൾ വല്ലപ്പോഴും വിളിച്ച് പോകുന്നവരായിരിക്കും. അതുപോലെ ആയിരുന്നു ഗ്രേസ് ഈ പോകുന്ന സമയത്തൊക്കെ റെഗുലർ ആയി സ്കൂളിൽ പോകുന്ന അങ്ങനത്തെ ഒരു രീതി ഉണ്ടായിരുന്നു? അതോ നല്ല കുട്ടിയായിരുന്നോ? അതോ ഞാൻ എന്ന് പറഞ്ഞാൽ പഠിത്ത കാര്യത്തിൽ ഭയങ്കര നമ്പർ 1 ഒന്നും ആയിരുന്നില്ല, ഒരു മിഡിലൊക്കെ ആയിരുന്നു. പക്ഷെ മറ്റേ എന്താ പറയാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ എല്ലാത്തിലും ഞാൻ മുമ്പിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആനുവൽ ഡേ ഒക്കെ വരുമ്പോൾ ടീച്ചർമാർക്ക് എല്ലാവർക്കും എന്നെ വിളിക്കും, പ്രിയങ്കരിയാണ്, ഡാൻസ് പഠിപ്പിക്കാനും പാട്ട് എല്ലാത്തിനും മുമ്പിലുണ്ടാവും. അല്ലാത്ത സമയത്തൊക്കെ മിസ് പറയും, മേരി സെലീൻ, അതായത് എന്റെ ചേച്ചിയുടെ അത്ര ഇല്ല, ചേച്ചിയെ കണ്ടുപഠിക്കൂ, പഠിക്കുന്നത് കണ്ടോ എന്നൊക്കെ ചോദിച്ച് പറയുമായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, അത് ഞാൻ ബാലൻസ് ചെയ്യായിരുന്നു. ഒന്നിലും ഞാൻ തോക്കില്ലായിരുന്നു. ജസ്റ്റ് പാസ്സെങ്കിലുമായിട്ട് എല്ലാ എക്സാമിനും പാസ്സാവും. വീട്ടിലും വലിയ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഫുൾ മാർക്ക് മേടിച്ചാലേ വീട്ടിൽ കയറ്റുള്ളൂ എന്ന് പറയുന്ന മാതാപിതാക്കളൊന്നും ആയിരുന്നില്ല. പക്ഷെ ചേച്ചി എനിക്ക് അന്നേരം ഒരു പ്രഷറായിരുന്നു. കാരണം ചേച്ചി എല്ലാത്തിനും ഫുൾ മേടിക്കും. അത് കാരണം വീട്ടിൽ ചേച്ചിയുടെ ആർട്സിന്റെ സൈഡ് എങ്ങനെയാ? വീക്കാണ്. ഞങ്ങളൊന്ന് ബാലൻസ് ചെയ്ത് പൊക്കോണ്ടിരിക്കും. ഭയങ്കര രസമായിരുന്നു എൻ്റെ സ്കൂൾ കാലഘട്ടമെല്ലാം എനിക്ക് ഓർക്കുമ്പോൾ ഭയങ്കര നല്ല. മോളിപ്പോ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു ആങ്സൈറ്റി ഉണ്ടായിരുന്നു, അത് ഒരു സമയം എടുത്തിട്ടാണ്. ഇതിപ്പോ എനിക്കൊന്ന് കേൾക്കുന്ന ചിലർക്ക് ഉപകാരമായിരിക്കും. എങ്ങനെ, ഹൗ ഡു യു കം ഔട്ട് ഓഫ് ഇറ്റ്? സമയം എടുക്കും ഒത്തിരി. കാരണം നമ്മൾ ചെറിയ മനസ്സല്ലേ അന്നേരം. അപ്പോൾ നമുക്ക് ഈ സാഹചര്യങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയില്ല.
ആരോട് പോയി ഇത് പറയണം എന്നറിയില്ല. ഇപ്പൊ വീട്ടിലാണെങ്കിലും ചില സാഹചര്യത്തിൽ എനിക്ക് ഇപ്പൊ എൻ്റെ മാതാപിതാക്കളുടെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്ര ഒരു എക്സ്പോഷർ കിട്ടിയ ഒരു ലൈഫൊന്നും അല്ല അവരുടെ. എന്തായിരുന്നു ആൻസൈറ്റിയുടെ റീസൺ എന്ന് പറയുന്നത് ഒന്നുമില്ല. സ്റ്റേജ് ഫിയർ മാത്രമല്ല ചേച്ചി. നമ്മളിപ്പം ഒരു ഡാൻസ് പഠിക്കുക, അല്ലെങ്കിൽ അതിനൊരു ഫസ്റ്റ് മേടിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു വിജയം ഉണ്ടായി കഴിയുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം നമ്മളെ കുറച്ചൊന്ന് അതൊരു നെഗറ്റീവ് സൈഡാണെന്ന് പറഞ്ഞാൽ നീ ഡാൻസ് കളിച്ചല്ലേ ഇതായത് എന്നുള്ള രീതിയിൽ താഴ്ത്താനായിട്ട് ഒത്തിരി കോമൻസ് അങ്ങനെ കേൾക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്കറിയില്ല. അവരത് പറഞ്ഞോട്ടെ എന്ന് മാത്രമേ പറയുള്ളൂ. എന്നാൽ നമ്മളെ ഒന്നും സമാധാനിപ്പിക്കാനുള്ള ഒരു ഇത് അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുമായിരുന്നു. അപ്പം ഏത് ഏജിലായിരുന്നു അത്? ചെറുപ്പം തൊട്ടേ. കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ സ്റ്റേജ് ചെയ്യുന്ന ഒരാളാണ്, ഡാൻസ് കളിക്കുന്ന ഒരാളായിരുന്നു. അപ്പം ഫിനാൻഷ്യലി ആണെങ്കിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് അത്ര വലിയൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു ഫാമിലി അല്ല നമ്മുടെ. അപ്പോൾ എൻ്റെ ചേച്ചിയാണ് കുറച്ചും കൂടെ ഞാൻ ഈ പറഞ്ഞ പോലെ പഠിക്കുന്ന നല്ല കുട്ടി, നല്ല ഇമേജ് ഉള്ളത് ചേച്ചിക്കാണ്. അപ്പോൾ എനിക്കാണ് കുറച്ച് താന്തോന്നി ഇമേജ് ഉള്ളത് എനിക്കാണ്. അപ്പോൾ ഇപ്പം എല്ലാവരും ഇപ്പോൾ ഫാമിലി ആണെങ്കിലും ബാക്കി എല്ലായിടത്തുനിന്നും പറയുന്നത് ഇളയ വിളിച്ചിരി ചാട്ടക്കാരിയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമുക്കൊരു സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ തോന്നും നമ്മൾ ഈ സൊസൈറ്റി ആയിട്ട് ചേർന്ന് പോകാത്ത എന്തോ ഒരു സംഭവം നമുക്കുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ ഫ്രെയിമിൽ നമ്മൾ ചേരില്ല, ഞാൻ എന്തോ അതിന് സ്യൂട്ട് ആവുന്ന ഒരാളല്ല എന്നുള്ളൊരു സാധനം പതിയെ പതിയെ നമുക്ക് വന്നു തുടങ്ങും. പക്ഷെ അത് ആരോട് ചെന്ന് പറയണം എന്നെനിക്കറിയില്ല. അപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ എൻ്റെ മിസ് എന്നെ ഹാൻഡിൽ ചെയ്തൊരു രീതി, മിസ് എന്നെ ഹാൻഡിൽ ചെയ്ത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് കുറച്ചും കൂടെ എന്നെ ഇൻഡിപെൻഡൻ്റ് ആക്കാനായിട്ട് ശ്രമിച്ചു. അതായത് ഫോർ എക്സാമ്പിൾ പിള്ളേരെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ മിസ് സ്റ്റെപ്പ് എല്ലാം പറഞ്ഞു തന്നിട്ട് മിസ് എന്നോട് പറയും, എന്നെ ഷാനിന്ന് വിളിച്ചുകൊണ്ടിരുന്നത്, ഷാനി നീ പോയി അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്ന് പറയും. അപ്പം ഞാൻ അവരെ പോയി പ്രാക്ടീസ് ചെയ്ത് ആ സിറ്റുവേഷൻ ഞാൻ കുറച്ച് ഹാൻഡിൽ ചെയ്യും. അപ്പം അവർക്ക് വരുന്ന മിസ്റ്റേക്സ് ഞാൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അതായത് നിങ്ങൾക്ക് മിസ്റ്റേക്സ് വന്നാലും കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, നമുക്കത് ബെറ്റർ ആക്കി പ്രാക്ടീസ് ചെയ്താണെങ്കിലും കോൺഫിഡൻസ് ബിൽഡ് ചെയ്തു. അതായത് എനിക്ക് കിട്ടേണ്ട സാധനം ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ അതിൽ നിന്ന് ഹീൽ ആവാൻ തുടങ്ങി. ഞാൻ തന്നെ എന്നോട് പറയുന്ന പോലെ എനിക്ക് ഫീൽ ആവാൻ തുടങ്ങി. ഭയങ്കര വലിയ കാര്യമാട്ടോ. പക്ഷെ അതിനൊരു സാഹചര്യം കിട്ടിയതുകൊണ്ട് മാത്രമാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞാൻ ആ പഠിപ്പിക്കുന്ന ഓരോ ഇതിനും മിസ് എനിക്ക് മന്ത്ലി സാലറി തരാൻ തുടങ്ങി, ചെറുതാണെങ്കിലും. അപ്പം എനിക്ക് എങ്ങനെയാണെന്നറിയില്ല അത് പറഞ്ഞു തരേണ്ടത്, പക്ഷെ അത് ഭയങ്കരമായിട്ട് എന്നെ ഹീൽ ചെയ്യാൻ തുടങ്ങി. ബട്ട് കുറേ ലേറ്ററാണ് ഞാൻ മനസ്സിലാക്കിയത് അത് ഓരോ സാഹചര്യത്തിലും നമ്മളത് ഫേസ് ചെയ്തേ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ തന്നെത്താനെ ഹീൽ ചെയ്യണം. എപ്പോഴും ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് സാരമില്ല പോട്ടെ എന്ന് പറയാൻ എല്ലാവരും നമ്മുടെ എപ്പോഴും നമുക്ക് ഉണ്ടായി എന്ന് വരില്ല. നമ്മൾ തന്നെ ഒരു സ്റ്റെപ്പ് എടുക്കണം അതിന്. അപ്പം ആ ഒരു ചെറിയ എനിക്കിപ്പോഴും പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിക്കണം. മിസ്റ്റേക്സ് എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പം എനിക്ക് 29 ആയി. ഞാൻ ഈ 29 ചിന്തിക്കുന്ന പോലെയല്ല ഞാൻ 17 വയസ്സിൽ അല്ലെങ്കിൽ 10 വയസ്സിൽ ചിന്തിക്കുന്നത്. അപ്പോൾ എപ്പോഴും മിസ്റ്റേക്സ് വരുമ്പോൾ കുട്ടികളെ നീ വലുതാകുമ്പോൾ പഠിച്ചോളും എന്നല്ല പറയേണ്ടത്. ചെറുപ്പത്തിലെ അവർക്ക് കേൾക്കാൻ, അവർക്കൊന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒന്ന് ഓടി വന്ന് പറയാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. അത് സഹോദരങ്ങളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും. എനിക്ക് ടീച്ചേഴ്സ് അങ്ങനെ ഒരു ഫേസ് ഉണ്ടെങ്കിൽ ഏറ്റവും നന്നായി എന്നാണ് എനിക്ക് ഫീൽ ചെയ്യണം. ചിലപ്പോൾ നമുക്ക് പാരൻസിനോടൊക്കെ പറയാൻ ചെറിയൊരു മടിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ആയിരിക്കണം കുറച്ചും കൂടെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറേണ്ടത് പിള്ളേരോട്. എനിക്ക് അങ്ങനത്തെ ഒരു ടീച്ചർ ഉണ്ടായതാണ് എൻ്റെ ഒരു വലിയൊരു ഭാഗ്യം. മിസ്സിന്റെ പേരെന്താ? നിഷ സുഭാഷ്. എല്ലാവർക്കും പക്ഷേ മിസ്സിന് ഒരിക്കലും അറിയില്ല. ഞാനിത് പറയുമ്പോഴായിരിക്കും മിസ്സിനത് മനസ്സിലാവുന്നത്. മിസ്സിനോട് ഞാൻ ഇതുവരെ അത് പറഞ്ഞിട്ടുമില്ല. മിസ്സേ എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. ഇത് കേൾക്കുമ്പോൾ മിസ്സിന് ചിലപ്പോൾ അത് മനസ്സിലാവുമായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു വ്യക്തി ലൈഫിൽ വന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതിയിരിക്കുന്നത്. ഞാൻ ഇത് പറഞ്ഞപ്പോഴേ, ഞാനൊരു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, ഞാൻ കുട്ടിയുടെ പേര് പറയുന്നില്ല, എൻ്റെ ക്ലാസ്സിൽ ഒരു പയ്യനുണ്ടായിരുന്നു. ഇവന് എന്ത് ചെയ്താലും ഇവൻ കരയില്ല, നന്നായി പഠിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എൻ്റെ ഫിസിക്സ് ടീച്ചർക്ക് എന്തോ ഒരു വൈരാഗ്യം ഈ കുട്ടിയോട്. കാര്യം ഇവന് എന്ത് പറഞ്ഞാലോ ഒന്നും ഇവന് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തമിഴ്നാട്ടിലാണ് ഞാൻ പഠിച്ചത്. എന്നിട്ട് ഈ സാറ് വടിയെടുത്ത്, ഞങ്ങളൊരു 10-40 പേരുണ്ട് ക്ലാസ്സിൽ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇപ്പം അതിനെ അടിക്കാൻ തുടങ്ങി. അടിക്കാന്ന് പറഞ്ഞാൽ എനിക്കത് പറയുമ്പോൾ പറയാൻ കിട്ടുന്നില്ല. കാര്യം നമ്മൾ ഈ റോൾ ഇത്രയും അടുപ്പിച്ചിരിക്കുമല്ലേ, തുടക്കം മുതൽ അടിച്ചടിച്ച്. അപ്പം ആദ്യമൊക്കെ ഇവനിങ്ങനെ തടുത്ത് ആ ഒരു ആൾക്കാർ കാണുമ്പോഴും ഒരു ഹീറോയിക് ഇതിൽ ആ പയ്യൻ്റെ ഒരു ഏജ് അതാണല്ലോ, തടുത്ത് നിർത്തുക. എന്നിട്ട് അവിടം വരെ ഇങ്ങനെ അടിച്ച് തിരിച്ച് ഈ റോഡിന്റെ പകുതി വരെ അടിച്ചു. അപ്പൊ ഞങ്ങള് ഗേൾസൊക്കെ തല താഴ്ത്തി, നമുക്ക് അത്രയും അവസ്ഥ എത്തി. അപ്പൊ ഞാൻ കരഞ്ഞപ്പോഴാണ് ഈ പുള്ളി നിർത്തിയത്. എനിക്ക് പേര് ഞാൻ പറയുന്നില്ല ആളുടെ,
അത് ആ ഒരു മൊമെന്റ് ഇപ്പോഴും എനിക്ക് ആ മനസ്സ്. അപ്പം ഞാൻ ഈ ടീച്ചറുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുക, ഈഗോ സാറ്റിസ്ഫൈ ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട് ഇതുപോലെ ഇപ്പോഴും. അത് ഞാൻ കണക്ട് ചെയ്തു. നമ്മൾ വേറെ ആളിലല്ല കാണിക്കേണ്ടത്. സത്യം. അവര് കടന്നു വരുന്ന സാഹചര്യം, അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ. ചെറിയ പയ്യൻ, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ, അവന്റെ ആ വിൽ പവർ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ എടുത്ത ഒരു എഫേർട്ട്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു യുവർ മൂവീസ് ജേർണി, കാര്യങ്ങൾ പറഞ്ഞു. ഗ്രേസിൻ്റെ ആക്ടിങ് സ്റ്റൈലിൽ ഒരു ഭയങ്കര നാച്ചുറാലിറ്റി ഫീൽ ചെയ്യാറുണ്ട്. ഏതൊരു ക്യാരക്ടർ എടുത്താലും വി ഫീൽ ലൈക്ക് യു ആർ ദാറ്റ് ക്യാരക്ടർ. അതിൽ പ്രത്യേകിച്ച് എഫേർട്സ് ആ തുടക്കം മുതലേ ഉണ്ട്. ഓവർ എ പീരീഡ് ഓഫ് ടൈം ഡെവലപ്പ് ചെയ്തെടുത്തതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. സോ അത് നാച്ചുറലി വാസ് ഇറ്റ് ദെയർ? അതോ എന്തെങ്കിലും വർക്ക്ഷോപ്സും ആക്ടിങ് ക്ലാസ്സസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അങ്ങനെ ഒന്നിലും പോയിട്ടില്ല. കുറച്ചും കൂടെ എനിക്ക്, ഞാൻ സിനിമയെ കാണുന്നത് അല്ലെങ്കിൽ ഞാൻ കഥാപാത്രങ്ങളെ കാണുന്നതെന്ന് പറയുന്നത്, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരിലൂടെയാണ് ഞാൻ കൂടുതലും കഥാപാത്രങ്ങളെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കാറ്. അതായത് ഞാൻ കണ്ട ഏതെങ്കിലും ആൾക്കാരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരുടെ മാനറിസം ഇതിന് സ്യൂട്ടാവുമോ. കാണുന്ന ഒരു പ്രേക്ഷകനും ഇതൊരു വേറൊരു യൂണിവേഴ്സിൽ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യരുത്, അതായത് മുഴച്ച് നിൽക്കുന്ന പോലെ തോന്നരുത്. അപ്പോൾ ഞാൻ സിമി എന്ന് പറയുന്ന കുമ്പളങ്ങിയിലെ കഥാപാത്രം ആവരുത് ഒരിക്കലും റോഷാക്കിലെ കഥാപാത്രം. രണ്ടും രണ്ടായിട്ട് ഇരിക്കണം. അല്ലെങ്കിൽ ഗ്രേസ് ആന്റണിയെ അവിടെ കാണാൻ പറ്റും, ഗ്രേസ് ആന്റണിയെ അവിടെ വേണ്ട ആർക്കും. എനിക്ക് ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു റൈറ്റർ എന്നെ വെച്ചൊരു കഥാപാത്രം എഴുതി എന്നെ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, എനിക്ക് ആ പ്രൊഡ്യൂസർ സാലറി തരുന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും നീതി പുലർത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഹോംവർക്ക് ചെയ്തിരിക്കണം. അതിന് ഞാൻ എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നമുക്ക് എല്ലാത്തിനും ഇപ്പോൾ റെഫറൻസ് കിട്ടുമോ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കഥാപാത്രം വന്നു, ഇന്ന് തൊട്ട് ഈ മൊമെന്റ് ഇത് കേട്ടി ഈ സമയം തൊട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങാം. അങ്ങനെയല്ല, നമ്മളുടെ ചുറ്റും ബേസിക്കലി എൻ്റെ നേച്ചർ അങ്ങനെയാണ്. എൻ്റെ നേച്ചർ അങ്ങനെയാണ് ചെറുപ്പം തൊട്ടേ. അതായത് ചെറുപ്പത്തിലെ തൊട്ട് ഞാൻ എൻ്റെ ടീച്ചേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്താണ് ഞാൻ വീട്ടിലെ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ടീച്ചർ, മാത്സ് ടീച്ചർ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിച്ചിട്ട് ഞാൻ പഠിപ്പിക്കുന്ന പോലെ ഞാൻ അവരെ എൻ്റർടൈൻ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് ചെറുപ്പം തൊട്ടേ ആ ഒരു നേച്ചർ ഉള്ളതുകൊണ്ട് അത് എന്നെ ഹെൽപ്പ് ചെയ്തത് ഞാൻ സിനിമയിലേക്ക് വന്നതിന് ശേഷം എൻ്റെ കഥാപാത്രങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാനാണ്. അത് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. മമ്മൂക്ക എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അത് ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ നമ്മുടെ കഥാപാത്രങ്ങളെ എപ്പോഴും നമ്മൾ വ്യത്യസ്തരായിട്ട് നിർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നാലേ നിങ്ങൾക്കൊരു ആക്ടറായിട്ട് നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ടാറ്റ ബൈ പറഞ്ഞ് പോവാം. ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ബോറടിക്കും. ഇപ്പോഴും ഞാൻ പറയുന്നു, എന്ന് എന്നെ ഓഡിയൻസിനെ കാണുമ്പോൾ സെയിം ആയിട്ട് ഫീൽ ചെയ്യുന്നു, അന്ന് ഞാൻ പണി നിർത്തുന്നത് നല്ലത്. അത് നിർത്തി ടാറ്റ ബൈ പറഞ്ഞ് പോവുക. ഈ ക്യാരക്ടേഴ്സ് കുറേ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് കാണുമ്പോൾ എല്ലാം നാച്ചുറലായിട്ട് തോന്നുന്നത്. ഗ്രേസിൻ്റെ ഒരു പേഴ്സണാലിറ്റിയും ക്യാരക്ടറായിട്ട് ഏറ്റവും ചേർന്ന് നിന്ന് ഏതെങ്കിലും ഒരു ക്യാരക്ടർ പറയാനുണ്ടോ ഇതിൽ? അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും, ഞാൻ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്. അതുകൊണ്ട് ഇത് കുറെ എന്നെ പോലെ ഉണ്ട് അങ്ങനെ തോന്നുന്നു. ചില മൊമെന്റ്സിലൊക്കെ അങ്ങനെ വരാറുണ്ട്. ഇപ്പം കന്നകത്തിലെ ചില മാനറിസം ഒക്കെ എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇടാറൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ ഫുള്ളി എന്നെ ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല. ബട്ട് എവിടേക്കോ നമ്മളെ വന്ന് പോകുമല്ലോ. ഫുള്ളി ഞാനായിട്ടുള്ള സാധനം ഇതുവരെ വന്നിട്ടില്ല. പൊതുവേ ഗ്രേസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിൽ തുടക്കത്തിലൊക്കെ ഒരുപാട് ഹ്യൂമറും അതൊക്കെ ഉണ്ടായിരുന്നു. ഹൗ ഇമോഷണൽ ആർ യു? വെരി ഇമോഷണൽ. വെരി സെൻസിറ്റീവ്. അങ്ങനെ ഒരു, നീ പറഞ്ഞ പോലെ ഭയങ്കര മിസ്റ്റീരിയസ് ആണ് ഞാൻ. എനിക്ക് എന്നെ തന്നെ ചില സമയത്ത് പിടികിട്ടാറില്ല. ഞാൻ തുടക്കത്തിലേക്ക് ഞാൻ മറ്റുള്ളവർക്ക് പ്ലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഭയങ്കര ഒരു പീപ്പിൾ പ്ലീസർ ആയിരുന്നു. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ, മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നല്ല പേര്, ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഇമേജ്, ആ ഒരു ഫ്രെയിമിന്റെ അകത്ത് കയറാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി എനിക്കതിനകത്ത് പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, സിനിമയിലേക്ക് വന്ന് കുറച്ചൊന്നും ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കൂടെയുള്ള ആൾക്കാർ പറഞ്ഞു, നമുക്ക് ഈ നമ്മുടെ ഒരു ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു പബ്ലിക് അപ്പിയറൻസ്, നമുക്ക് സോഷ്യൽ മീഡിയ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ ഇങ്ങനെ കണ്ടൻസ് ഇടണം, ഇങ്ങനത്തെ അറ്റയറിലൊക്കെ നമ്മളെ പ്രസൻറ്റ് ചെയ്യണം. ഞാൻ ഒരാഴ്ചയൊക്കെ ശ്രമിച്ചു നോക്കി. അതായത് ഇവരുടെ അഡ്വൈസോട് കൂടി ഇന്ന ദിവസം പോകണം വരുന്നു, അതിന് ഇങ്ങനത്തെ അറ്റയർ ഇട്ടിട്ട് ഇങ്ങനത്തെ സംഭവം ഇങ്ങനെ പോസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇത് വരുന്നു അപ്പോൾ ഇതിനിങ്ങനെ ചെയ്യണം. എന്നെക്കൊണ്ടത് പറ്റുന്നേ ഇല്ല. അതായത് എനിക്ക് എന്നെ എന്തോ ഭയങ്കര ഫോഴ്സ് ചെയ്യുന്ന പോലെ, എനിക്ക് ഇവിടെ നിന്നൊന്നും ഇങ്ങോട്ട് വരാത്ത പോലെ ഫീൽ ചെയ്യാണ്. ഞാൻ അവളോട് ടാറ്റ ബൈ പറഞ്ഞു, ഓക്കെ എനിക്ക് പറ്റത്തില്ല, നിങ്ങൾ പൊക്കോ, ഇത് എനിക്ക് പറ്റുന്ന ഒരു കാര്യമേ അല്ല. ഞാൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഡ്രസ്സ് ചെയ്യുന്നു, ഒരു ഫോട്ടോ ഇട്ട് പോസ്റ്റ് ചെയ്തു, അത്രയും മതി.
പിന്നെ എനിക്ക് മനസ്സിലായത് എനിക്ക് ആ ഫ്രെയിമിലകത്തേക്ക് പെടാനായിട്ട് പറ്റില്ല. ഞാൻ വർക്ക് ചെയ്യുക, അതിൻ്റെ അപ്ഡേറ്റ്സ് ആൾക്കാരിലേക്ക് കൊടുക്കുക, ഞാൻ എന്താണോ അതുപോലെ നിന്നാൽ മാത്രമേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഫേക്ക് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. അത് തന്നെ റിയൽ ലൈഫിലും. എന്ന് എനിക്ക് ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഫേക്ക് പേഴ്സണാലിറ്റി എടുത്തിടാൻ ശ്രമിക്കുന്നു, അന്നൊക്കെ ഞാൻ എന്നോട് തന്നെ എന്തോ വലിയൊരു തെറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇപ്പം ചിലർ പറയില്ലേ, ആൾക്കാരെ കാണുമ്പോൾ ചിരിക്കുന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും ഹായ് പറയുന്നില്ല എന്നൊക്കെ. തുടക്കമൊക്കെ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നമ്മൾ ഭയങ്കര ഫേമസ് ആണ്, അപ്പോൾ നമ്മളെല്ലാവരെയും കാണുമ്പോഴത്തേക്കും ഹായ് ബായ് ഒക്കെ പറയണം, അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാവും. കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ ഒരു എരിവും പുളിയൊക്കെ മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ചില സാഹചര്യത്തിൽ നമ്മൾ സന്തോഷമല്ലാത്തൊരു സാഹചര്യത്തിൽ, നമ്മൾ ഭയങ്കര ഒരു മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ പെട്ടെന്നൊരാൾ നമ്മളെ കണ്ടുവന്നിട്ട് ഞാൻ ഭയങ്കര ഫാനാണ് എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ നമ്മൾ ചിരിച്ച് കളിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് സ്റ്റിൽ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അവരോട് സംസാരിക്കണം, അവരെ നമ്മൾ വിഷമിപ്പിച്ച് വിടരുത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര കാമായി ആ സാഹചര്യം ഹാൻഡിൽ ചെയ്ത് തുടങ്ങി. അപ്പോഴും ഞാൻ ആലോചിക്കും, ഇത് ഞാൻ ചെയ്യണത് ഭയങ്കര മോശമാണല്ലോ, കാരണം ഞാൻ ഭയങ്കര ഹാപ്പി അല്ലാത്തൊരു സാഹചര്യത്തിലാണ് അവരെ ഹാൻഡിൽ ചെയ്യുന്നത്. പോകെ പോകെ എനിക്കിപ്പോൾ 2 സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ ഞാൻ പഠിച്ചു. ഒരേ സമയം എൻ്റെ പേഴ്സണൽ ലൈഫിനെ അതായിട്ട് വെക്കാനും പ്രൊഫഷണൽ ലൈഫിനെ മാറ്റി നിർത്താനും ഞാൻ ഇപ്പോൾ പഠിച്ചു. പക്ഷെ എനിക്ക് ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ ഇപ്പോഴും എനിക്കറിയില്ല. ഇപ്പോഴും എനിക്ക് ആ സംഭവം എനിക്ക് അറിയത്തേ ഇല്ല. പിന്നെ എൻ്റെ ഉള്ളിലെ ഒരു എന്താ പറയുക, ഫേക്ക് ഒരു സാധനം ഉണ്ടല്ലോ, അതെല്ലാവരുടെ ഉള്ളിലുണ്ട് ഒരു ഫേക്ക് സാധനം. നമുക്ക് ചിരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളെ കണ്ടാലും നമ്മൾ ചിലപ്പോൾ സിറ്റുവേഷൻ കൊണ്ട് ചിരിച്ചെന്ന് വരും. അതിന് ഞാൻ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. അതായത് ഇപ്പോൾ അപ്പുറത്തിരിക്കുന്ന ഒരാളെ ഹേർട്ട് ചെയ്യാതെ നമ്മളോടൊരു നീതി പുലർത്തിയിട്ട് പെരുമാറാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫിലെ ഭയങ്കര വേറൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതായത് മെൻ്റലി ഞാൻ ഭയങ്കര കമ്പോസ്റ്റായി. എനിക്കൊരു സാഹചര്യത്തെ എനിക്ക് ഭയങ്കര റഷായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഇപ്പോൾ താല്പര്യമേ ഇല്ല. സമയമെടുത്തു. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ എബി ഇങ്ങനെ കാണുന്നു. അല്ല സത്യം, എനിക്ക് അങ്ങനെയാട്ടോ. ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ വിഷാലിന്റെ ഫേസ് ഉണ്ടാവും. സത്യമല്ലേ, ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അതിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. ഐ സോ ദാറ്റ്. സത്യമാണോ? അല്ലേ? വലിയൊരു ഒരു ഭാഗം അതിനില്ലേ, അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഇല്ലേ ഇതിൽ? ഡെഫിനറ്റ്ലി. ഞാനിപ്പോൾ ഈ പറഞ്ഞു വെച്ചാൽ എൻ്റെ ലൈഫിൽ 2 സ്റ്റേജാണ്. അതായത് ഒന്ന്, ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ അധ്യാപക എന്നിൽ നിന്നും എന്നെ ഒരു രണ്ടാമത്തെ ഒരു ഷാനി അല്ലെങ്കിൽ ഗ്രേസിനെ മാറ്റിയ ഒരു സ്റ്റേജും, പിന്നെ ഞാൻ എബിയെ കണ്ടു കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു സ്റ്റേജും. ഇത് രണ്ടും ഞാനിങ്ങനെ രണ്ടാക്കി വെച്ചിരിക്കുകയാണ്. സിനിമയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വന്നു, അതൊക്കെ ഓക്കെ. പക്ഷെ നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസും നമ്മളുടെ നന്മയും തിന്മയും വേറൊരാൾ പറയുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. സ്റ്റിൽ നമുക്ക് അറിയാമെങ്കിലും പക്ഷെ അതൊരു നല്ലൊരു മാറ്റമാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഓക്കെ നീ ചെയ്തത് അല്ലെങ്കിൽ നീ വളയിട്ടാൽ നന്നായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക്, ഇല്ല എനിക്കിതിടാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നമ്മൾ ഇടുന്നതും ആണോ ഓക്കെ എന്നാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം, ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയേക്കാം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു വിഷൻ വന്നത് അപ്പുറത്തുനിന്ന് ഒരാളത് പറഞ്ഞത് കൊണ്ടാണ്. അപ്പം ചില സമയത്ത് എബിയോടും എനിക്ക് പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ട്. ഞങ്ങൾ തമ്മിൽ നല്ല അടിയൊക്കെ ഉണ്ടാവാറുണ്ട് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ. അപ്പോൾ എബി പറയുന്ന എപ്പോഴും ഒരു കാര്യമാണ്, എടോ ഞാൻ പറയുന്നത് താൻ എടുക്കണം എന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല, പക്ഷേ തന്നെ ഇഷ്ടമുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ പറയുന്നതാണ്, തനിക്ക് എടുക്കണ്ട, താനത് വിട്ടോ, പക്ഷെ ഇങ്ങനെ ഇതെൻ്റെ അഭിപ്രായമാണ്. അപ്പം ഞാൻ എന്തുകൊണ്ട് ആ രീതി ചിന്തിച്ചില്ല എന്ന് എനിക്ക് തോന്നും. അപ്പോൾ ഞാൻ പറയും ശരിയാടോ, അത് ഞാൻ അങ്ങനെ ചിന്തിക്കണമായിരുന്നു, ഞാൻ അയാളുടെ ഒരു അവസ്ഥയും കൂടെ ആലോചിക്കണമായിരുന്നു, ഞാൻ അങ്ങനെ പറയരുതായിരുന്നു എന്ന് ഞാൻ ആലോചിച്ച് തുടങ്ങിയത് ഞാൻ ഒരു പക്ഷേ എബിയുടെ ആ ഒരു പെർസ്പെക്റ്റീവ് കൂടെ അറിയാൻ തുടങ്ങിയതിന് ശേഷമാണ്. ഇറ്റ്സ് മേക്സ് മൈ ലൈഫ് എന്താ പറയുക, വേറൊരു പെർസ്പെക്റ്റീവ് എനിക്ക് വന്നു തുടങ്ങിയത് ഈ പറഞ്ഞ പോലെ. ഇത് ഏറ്റവും എഫക്റ്റീവ് ആവാൻ പോകുന്നത് എപ്പോഴാണെന്നറിയോ? പാരന്റിങ് വരുമ്പോൾ. കാര്യം ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് എൻ്റെ എക്സ്പീരിയൻസ് ആണ്, നമ്മളെപ്പോഴും ക്ലോസർ ഫോക്കസ് ആയിരിക്കും നമുക്ക്. മറ്റേ പാരന്റ് ഉണ്ടെങ്കിൽ ഫാദർ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഒരു വൈഡർ പെർസ്പെക്റ്റീവ് ആയിരിക്കും. ഭയങ്കര രസം അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയാൽ. കാര്യം നമ്മൾ കാണാത്തത് ഇവർ കാണും, അവർ കാണാൻ പറ്റാത്തത് നമ്മൾ കാണും. സോ വെൻ ദർ ഇസ് എ ഗുഡ് നല്ല പാരന്റിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ട്. എനിവേസ്, നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നു അല്ലേ? കുറെ നാള് നിങ്ങൾ അടുപ്പത്തിലായതിനു ശേഷം വിവാഹത്തിലേക്ക് എത്തിയതാണ്. ഞങ്ങളും അങ്ങനെയായിരുന്നു. ഞാനൊരു പ്രോഡക്റ്റ് റിവ്യൂ എഴുതാന്ന് വിചാരിക്കായിരുന്നു വിശാലിന്റെ മാരേജിന്റെ ഒരു പ്രോഡക്റ്റ് റിവ്യൂ. അപ്പോൾ ഇപ്പൊ പിള്ളേർ ആർക്കും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ആരിവിടെ വന്നിരുന്നാലും എന്നോട് പറയാം കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, അച്ഛനും അമ്മയും വേണ്ടെന്നാ പറയുന്നത്. അപ്പോൾ ഗ്രേസിന്റെ ഒരു റിവ്യൂ ഞാൻ കേൾക്കട്ടെ, മാരേജിനെ പറ്റി.
ഒരു ഓണസ്റ്റ് റിവ്യൂ. ഓ, തുടക്കത്തിലേ ചോദിക്കുകയായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പറയും ഞങ്ങൾ മാരേജിനോട് അങ്ങനെ എതിരോ അങ്ങനെ ഒന്നും ആയിരുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ആ ഒരു റൈറ്റ് ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതായത് ഒരുപക്ഷെ മേ ബി ഞാനായിരുന്നു കൂടുതൽ എബിയോട് പറഞ്ഞുകൊണ്ടിരുന്നത് കല്യാണം കഴിക്കാം. ഒരു 10% എടുക്കുകയാണെങ്കിൽ ഞാനായിരുന്നു ഒരു 8% പറഞ്ഞുകൊണ്ടിരുന്നത് കല്യാണം കഴിക്കാൻ. അപ്പോൾ എബി പറയും ഇല്ല, തനിക്ക് എന്തൊക്കെയോ ബാക്കിയുണ്ട്, താൻ അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ താൻ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ട് താൻ അത് കല്യാണത്തെ പറ്റി ആലോചിച്ചാൽ മതി, താൻ ഇപ്പം എന്തായാലും കല്യാണത്തെ പറ്റി ആലോചിക്കേണ്ട. അപ്പം ഞാൻ ആലോചിച്ചത് ഇനി ഈ മനുഷ്യൻ എന്നെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അയാളെ കൂടുതലും അടുത്തറിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവണേ നമ്മളുടെ ഒരു ഗ്രോത്തും നമ്മളുടെ ഒരു വളർച്ചയും കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരിക്കലും നമ്മൾ കൈവിട്ട് കളയരുത്. സോ ഒരുപക്ഷെ എൻ്റെ ഒരു ഗ്രോത്ത് ഏറ്റവും കൂടുതൽ എൻ്റെ മാതാപിതാക്കളെക്കാൾ കൂടുതലെന്ന് ഞാനിപ്പോൾ പറയും ആഗ്രഹിക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. സോ അത് ഭയങ്കര റെയറാണ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ അറ്റ് ദ സെയിം ടൈം. ചില സമയത്ത് ഞാൻ തോന്നുന്നു താൻ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒബ്സസ്ഡ് ആവുന്നുണ്ട് എൻ്റെ കാര്യത്തിൽ, താൻ കുറച്ച് തൻ്റെയും കൂടെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, കാരണം തനിക്കും ഉണ്ടൊരു ഫ്യൂച്ചർ. അപ്പോഴും കല്യാണത്തിൻ്റെ സമയത്ത് ഞാനിങ്ങനെ കല്യാണത്തിന് മുന്നേ ഞാനിങ്ങനെ പറഞ്ഞു എടോ നമുക്ക് കല്യാണം കഴിച്ചാലോ. അപ്പോൾ പറഞ്ഞു ഇല്ല ആയിട്ടില്ല സമയമായിട്ടില്ല, ഇത്രയും കൂടെ സമയമുണ്ട്. അപ്പോൾ എന്താ ഇത്രയും കൂടെ സമയം എന്ന് ഉദ്ദേശിക്കുന്നത്? എടോ താൻ കുറച്ചും കൂടെ ഒന്ന് ഒരു ലെവലിലെത്തട്ടെ, എന്നിട്ട് തനിക്ക് തൻ്റെ ഒരു ഫ്യൂച്ചറിൽ തനിക്ക് ഓക്കെ ഇനി ഒരു 2 സിനിമ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാം എന്ന് തോന്നുന്ന ഒരു ടൈം എത്തുമ്പോൾ ഞാൻ അപ്പം എനിക്ക് 10-30 വയസ്സൊക്കെ കഴിയും. അപ്പോൾ പറയില്ല ഏജ് അല്ല അതിൻ്റെ മാറ്റർ, രണ്ടുപേർക്കും ഒരേപോലെ തോന്നണം. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് ശരിയാണ്, എൻ്റെ മാത്രം ഒരു ചോയ്സ് അല്ല അവിടെ വരേണ്ടത്, അദ്ദേഹത്തിനോട് ഫീൽ ചെയ്യണമല്ലോ. പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഒരു ദിവസം ഞങ്ങളിങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ നമ്മൾ റീൽസിലൊക്കെ കാണുന്നില്ല ഒരേ സമയം രണ്ടുപേരും പ്രപ്പോസ് ചെയ്യാന്നൊക്കെ പറയുന്ന പോലെ, ഞാനിങ്ങനെ എബിയോട് പറയാണ് എടോ കല്യാണം, എബി പറഞ്ഞു എടോ കല്യാണം കഴിച്ചാലോ, രണ്ടുപേരും ഒരേ സമയത്ത്. അപ്പോൾ ഓക്കെ ശരിയാണല്ലേ കല്യാണം കഴിക്കുക. അപ്പോൾ ഇതേ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സീൻ നടക്കണമെന്ന് പറഞ്ഞാൽ ഫാമിലി എപ്പോഴും ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കല്യാണം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇല്ല ഇപ്പം ഇല്ല എന്ന് പറഞ്ഞ് നീട്ടി 9 വർഷത്തിലെത്തി. ഫസ്റ്റ് ഇയർ തൊട്ട് അവർ പറയുന്നതാണ്. അപ്പോൾ ഫൈനലി അങ്ങനെ എന്നാൽ തീരുമാനിക്കാം, അന്ന് നമുക്ക് നടത്തിയാലോ. അപ്പോൾ പറഞ്ഞാൽ ശരി, എനിക്ക് തോന്നുന്നു ഇപ്പോൾ റൈറ്റ് ടൈമാണ്, എനിക്കും തോന്നി റൈറ്റ് ടൈമാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പ്രസൻറ്റ് ചെയ്യുന്നു, അങ്ങനെയാണ് കല്യാണത്തിലേക്ക് എത്തിയത്. ഈ കല്യാണം കഴിഞ്ഞും എനിക്ക് ഫീൽ ചെയ്യുന്നു, ഇപ്പോഴും ഞാൻ ആൾക്കാരോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു, സ്വയമേ എപ്പോൾ തോന്നുന്നു നമ്മുടെ പാർട്ട്ണറിനും തോന്നുന്നു അപ്പോഴേ നമ്മളിത് ചെയ്യാവുള്ളൂ. ഒരാളുടെ ഫോഴ്സ് കൊണ്ടോ ഒരാളുടെ പ്രഷർ കൊണ്ടോ, അല്ലെങ്കിൽ പല റീസൺസ് ഉണ്ടാവുമല്ലോ ആൾക്കാർക്ക്, പുറത്തേക്ക് പോകാൻ അവിടെ പോകാൻ ഇവിടെ പോകാൻ അത് കിട്ടാൻ ഇത് കിട്ടാൻ, ഇതിനൊന്നും വേണ്ടി ആവരുത് നമ്മളൊരു കല്യാണം കഴിക്കുന്നത് അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ ലൈഫിലൊരു മേജർ ഡിസിഷനാണ്. അതൊരു ചില ആൾക്കാർ പറയും അത്ര ഒരു മേജർ സംഭവമൊന്നുമല്ല, വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെച്ചങ്ങ് പോയാൽ പോരെ എന്ന് പറയുന്ന ആൾക്കാരും എൻ്റെ സുഹൃത്തുക്കളായിട്ട് എനിക്കുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കും അങ്ങനെ വേണ്ടാന്ന് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണോ മറ്റൊരാളുടെ ഇമോഷൻ? ആസ് എ പേഴ്സൺ നമ്മൾ മാറ്റി നിർത്തിയാലും ഓരോരുത്തരുടെ ഇമോഷൻ നമ്മൾ വാല്യൂ കൊടുക്കണമല്ലോ. അപ്പോൾ റൈറ്റ് ടൈമും റൈറ്റ് പേഴ്സണും ഫീൽ ചെയ്യുന്നൊരു സമയത്തെ നമ്മളൊരാളെ നമ്മൾ അയാളെ സ്വന്തമാക്കുമല്ല, കറക്റ്റ്, നമ്മൾ അയാളെ സ്വന്തമാക്കുന്ന ഒരു സാഹചര്യം അവിടെ വരുന്നില്ല. നമ്മൾ രണ്ടുപേരും ഈക്വലി എന്താ പറയുക ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അത് ബ്യൂട്ടിഫുൾ അല്ലാത്തൊരു സാധനം നമ്മൾ മേടിക്കില്ല അല്ലേ, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ അല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ചെന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഞാനെപ്പോഴും എൻ്റെ പാരൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എബിയെ പരിചയപ്പെടുത്തിയ സമയത്ത് ഞാൻ ആക്ച്വലി പ്രതീക്ഷിച്ചത് അവർ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കി, സാധാരണ എല്ലാ പാരൻസിനെ പോലും പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. പക്ഷേ അവർ നേരെ ഓപ്പോസിറ്റായിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്താണ് എബിയെ ട്രീറ്റ് ചെയ്തത്. അതിനെനിക്ക് എപ്പോഴും ഭയങ്കര ഒരു വാവ്, അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ അവരോട്. നിങ്ങൾ രണ്ടുപേരും ഇപ്പം ഇത്രയും പറഞ്ഞപ്പോൾ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, ഗ്രേസ് എബിയിൽ കാണുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താ? ഏറ്റവും വലിയൊരു കാര്യത്തേക്കാൾ ഉപരി എനിക്കൊരു ക്വാളിറ്റി, പ്രിയപ്പെട്ട കാര്യം, ഗ്രേസിന് പ്രിയപ്പെട്ടത് ഒരു മനുഷ്യന്റെ ക്വാളിറ്റി, അത് തന്നെ സെയിം, അത് തന്നെ എൻ്റെ ഭയങ്കര പേഷ്യൻസ് ആണ്. നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കാൻ, അതാണല്ലോ നമുക്ക് എപ്പോഴും വേണ്ടത്. അഭിപ്രായമൊക്കെ പിന്നെയാണ്, പക്ഷെ ഒരു കേൾക്കാൻ നല്ലൊരു കേൾവിക്കാരനാണ് എബി. ഭയങ്കര ക്ഷമയാണ്, പിന്നെ വേണമെന്നിടത്തേ സംസാരിക്കും. അതെനിക്ക് എപ്പോഴും. തിരിച്ചു ചോദിച്ചാൽ എന്തായിരിക്കും എബിയുടെ ഉത്തരം? എന്തായിരിക്കും? അത് എബിയോട് തന്നെ ചോദിക്കേണ്ടി വരും. എബിയോട് ഉണ്ട്. എന്താണ് ഗ്രേസിന്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് എബിക്ക് തോന്നിയിട്ടുള്ളത്?
എനിക്ക് എപ്പോഴും തോന്നി ഇപ്പൊ ചില ഈ ആൾക്കാരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപോലത്തെ സ്വഭാവമുള്ള ആരെയും ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒത്തുപോവില്ല എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. കാരണം ഞാൻ ചിന്തിക്കുന്നത് ഇപ്പൊ ഞാനിപ്പോ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങണം എന്ന് തോന്നുമ്പോൾ ബേബി വേണോ എന്ന് ചോദിക്കുന്ന ഒരു ഇതാണ്. അല്ലെങ്കിൽ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയാലോ, നമുക്ക് അവിടെ പോയാലോ, എല്ലാം അങ്ങനെ ഒരു ആ ഒരു റിഫ്ലക്ഷൻ ഫീൽ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ബേബിക്കും അത് ഫീൽ ചെയ്യും. പക്ഷെ ചില കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും മോസ്റ്റ്ലി നമ്മളൊരു ഒരു 80% എല്ലാ കാര്യങ്ങളും ഒരുപോലെയാണ്. അതെങ്ങനെ അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല, അതെങ്ങനെ ചേർന്ന് പോയെന്ന് എനിക്കറിയില്ല. എനിക്ക് കുറേ കാര്യങ്ങൾ ഗ്രേസ് പറയുന്ന കാര്യങ്ങൾ കണക്ട് Relate ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരുപാട് വർഷം ഒരുമിച്ച് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇയർ എബി ഞാൻ പറയുന്നത് ഞാൻ കേട്ടിരുന്നു, ഒരുപാട് വർഷം നിങ്ങൾ ചെറുപ്പം തൊട്ടേ ഒരുമിച്ചുള്ളതുകൊണ്ട് ആ ഗ്രോത്ത് ഏജില് ഒരു മോൾഡ് ചെയ്ത് വരുന്നുണ്ടല്ലോ ഒരുമിച്ച്, അതിന്റെയും ആയിരിക്കാം മേ ബി. ബട്ട് സ്റ്റിൽ ഇപ്പൊ നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് അതിന്റെ ഒരു ബേസിക് എന്ന് തോന്നണേ. അത് ഭയങ്കരമായിട്ടുണ്ട്. നമ്മൾ മോർ ദാൻ എ കപ്പിൾ നമ്മൾ ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പോൾ എനിക്കിപ്പോൾ എബിയുടെ അമ്മയായിട്ടാണെങ്കിലും ഭയങ്കര നല്ല സൗഹൃദമാണ്. തുടക്കം തൊട്ടേ എനിക്ക് ആ സൗഹൃദമുണ്ട്, സിസ്റ്ററായിട്ട് സൗഹൃദമുണ്ട്. അപ്പോൾ എനിക്ക് ഫാമിലിയിൽ നിന്ന് വേറൊരു ഫാമിലിയിലേക്ക് പോയൊരു ഫീലില്ല. കാരണം തുടക്കം തൊട്ടേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എബിയുടെ അടുത്ത് ചെല്ലുന്നതാണ്, കൊച്ചിനെ കാണുന്ന, അനിയത്തിയുടെ കൊച്ചിനെ കാണുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ആ ഒരു ബോണ്ട് ഉള്ളതുകൊണ്ട് എനിക്ക് കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലേക്ക് പോകുന്നുള്ളൊരു ഫീൽ എനിക്കില്ല. അതെപ്പോഴും ടച്ച് വുഡ്, ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്.